dear students, welcome back to my channel, your online teacher. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ബാച്ച് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ജനുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും അറിയിച്ചിരുന്നു. +1 കുട്ടികളുടേതും ഉണ്ട്, +2 കുട്ടികളുടേതും ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാവർക്കും ഭയങ്കര സംശയം, ഇതെങ്ങനെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ബാച്ച് ആകെ വെറും 199 രൂപ പേ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോട്ടോ അയച്ചു തരികയാണോ, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഡെമോ ക്ലാസ് ആണ് നമ്മളിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ രീതിയിലായിരിക്കും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ബാച്ചിലെ ക്ലാസ്സുകൾ ഉണ്ടാകാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് +2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബട്ട് +1ഉം +2ൻ്റേതും ഉണ്ട് കേട്ടോ. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറി സബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ഇതിൽ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അത് മാത്രമല്ല പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട് വരാകുന്ന ഇപ്പോൾ ഇത്തവണ വന്നൊരു ചോദ്യം അടുത്ത തവണ എങ്ങനെ വരും, അതങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാമല്ലോ, മാറ്റങ്ങൾ വരും, അതെങ്ങനെ വരും എന്നതെല്ലാം നമ്മളിവിടെ നോക്കും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പല ലെവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചെയർമാൻ ഏത് ലെവലിലാണ് ഉള്ളത് എന്നാണ് ആദ്യത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ നമുക്കറിയാം ടോപ്പ് ലെവലാണ്. അതോടുകൂടി അവിടെ തീർന്നില്ല. അവിടെ ഇത്തവണ ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ വരാകുന്നത് പർച്ചേസ് മാനേജർ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. പർച്ചേസ് മാനേജർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഏത് ലെവലിലാണ് വരിക. അപ്പോൾ അതായിരിക്കാം മേ ബി നെക്സ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലെവൽസ് ഉണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ വരുന്ന ആളുകളാണ് ഈ ചെയർമാൻ, ജനറൽ മാനേജർ, CEO, CFO, ഇവരൊക്കെ ടോപ്പ് ലെവലിൽ വരും. ഓക്കെ, മിഡിൽ ലെവലിലാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ വരുന്നത്. അതായത് പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനെ എല്ലാ ഫങ്ഷൻ്റെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെ വരുന്നത്? അവിടെയാണ് ഫോർമാൻ, സൂപ്പർവൈസർ, ഇവരൊക്കെ ലോവർ ലെവലിൽ വരും. അപ്പോൾ പിന്നെ സൂപ്പർവൈസറി ലെവൽ ഏതാ? 4ാമതൊരു ലെവൽ ഉണ്ടോ? ഇല്ല. ആ ലെവൽ ഏതാണ്? ഈ ലോവർ ലെവലിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സൂപ്പർവൈസറി ലെവൽ. ഇപ്പം കണ്ടോ, നമുക്ക് അവിടെ 1 മാർക്കല്ല കിട്ടിയത്, നമ്മളവിടെ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് പഠിച്ചു, 4ഓളം ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് പഠിച്ചു അല്ലേ. അങ്ങനെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ബാച്ചിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി പോകാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി, a place for everything and everything in its place. എല്ലാത്തിനും ഒരു സ്ഥലം വേണം, എല്ലാത്തിനും എന്താണ്, അതാത് സ്ഥാനം വേണം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിലെ ഏത് പ്രിൻസിപ്പിളാണ്? എല്ലാത്തിനും അടുക്കും ചിട്ടയും ഓർഡറൊക്കെ വേണം അല്ലേ. അപ്പോൾ അത് ഏതാണ്? ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലാണ് വരുന്നത്. ദെൻ ബാക്കി ഓപ്ഷൻസ് നോക്കി, ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി? മേ ബി നെക്സ്റ്റ് ഇയറിൽ ഇക്വിറ്റി ആയിരിക്കാൻ ചോദിക്കുക. സോ എന്താണ് ഇക്വിറ്റി? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഇക്വിറ്റി. അപ്പോൾ എന്താണ് സ്കെലാർ ചെയിൻ? സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പാറ്റേൺ, ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതാണ് സ്കെലാർ ചെയിൻ. അപ്പോൾ പിന്നെ ഇനീഷ്യേറ്റീവ് എന്താ? ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയ്ക്ക് ക്രിയേറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രിൻസിപ്പിളാണ്. അതായത് നമ്മുടെ ചാൻസ് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നമ്മൾ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുക, ആ ഇനീഷ്യേറ്റീവ് എംപ്ലോയീസിൽ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഇനീഷ്യേറ്റീവ് എന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെയും നമ്മൾ എത്ര കാര്യങ്ങൾ നോക്കി? 4 ക്വസ്റ്റ്യൻ അവിടെ പഠിച്ചു. ഓക്കെ, ദെൻ നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസസ്. ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റുഭാഗത്തൊന്നും സ്മോക്കിംഗ് പറ്റില്ല. ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇതൊരു റൂളാണ്. അപ്പോൾ പിന്നെ സ്ട്രാറ്റജി എന്താ? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാനാണ് സ്ട്രാറ്റജി. പോളിസി എന്താ? പോളിസി എന്ന് പറഞ്ഞ കമ്പനിയുടെ തീരുമാനങ്ങൾ, അതായത് ഇപ്പോൾ
പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പോളിസിയാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻസസ്, ഇൻകം ഇതെല്ലാം കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. നാലാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കിവിടെ നോക്കാം. The obligation of a subordinate to properly perform the assigned duty. ഏൽപ്പിച്ച ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യേണ്ട ഒബ്ലിഗേഷനെ പറയുന്ന പേരെന്താണ്? അതൊരു ബാധ്യതയാണ്. സോ അത് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതോറിറ്റിയുടെ കൂടെ വരുന്ന വാക്ക് പവർ അല്ലെങ്കിൽ ഓർഡർ ഇടാനുള്ള പവറാണ്. അക്കൗണ്ടബിലിറ്റിയുടെ കൂടെ വരുന്ന വാക്ക് ആൻസറബിലിറ്റി ആണ്. ആൻസറബിലിറ്റി, മറുപടി കൊടുക്കണം. ദെൻ ലോയൽറ്റി നമുക്കിതിൽ പഠിക്കാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുക, +1 ആണെങ്കിലും +2 ആണെങ്കിലും. സോ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് ഈ 4 സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സബ്ജക്റ്റിന് വെറും 199 രൂപ നിങ്ങൾ പേ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇത് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് 1 മാസത്തേക്ക്. ആ ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് മാർച്ച് 31 വരെ, അതായത് ഈ 199 രൂപക്ക് തന്നെ 3 മാസത്തേക്ക് ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും കിട്ടും. സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ പഠിക്കാത്തവർക്ക് ഇങ്ങനെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇനി നമുക്ക് ഇരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല. ഇനി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങ് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ എല്ലാവരും ക്ലാസ്സിലേക്ക് മാക്സിമം ജോയിൻ ചെയ്യുക. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.